വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന റെയിൽവേ എഞ്ചിനീയറിംഗ് ആണ്. ഓവർസിയർ ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്, ട്രേസർ, വർക്ക് സൂപ്രണ്ട്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിങ്ങിനൊക്കെ ചോദിക്കുന്ന ഒരു സബ്ജക്റ്റാണ് റെയിൽവേ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ള കുറച്ച് കാര്യങ്ങളാണ്, ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് റെയിൽവേ എഞ്ചിനീയറിംഗിൽ പറയുമ്പോൾ ഫസ്റ്റ് റെയിൽവേ ലൈൻ വന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് റെയിൽവേ ലൈൻ ഇന്ത്യ എന്ന് പറയുന്നത് ഫസ്റ്റ് റെയിൽവേ ലൈൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ബോംബെ ടു താനെ ആണ്. ബോംബെ ടു താനെ അത് വന്നത് 1853 അണ്ടർ റോബർട്ട് സ്റ്റീഫൻസൺ. ലെങ്ത് 34 കിലോമീറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ റെയിൽവേ സോൺസ് അറിഞ്ഞിരിക്കുക. റെയിൽവേ സോൺസ് എന്ന് പറയുമ്പോൾ നോർത്തേൺ റെയിൽവേ ഡൽഹി, സതേൺ റെയിൽവേ ചെന്നൈ, സെൻട്രൽ മുംബൈ CST ആണ്. ഛത്രപതി ശിവജി ടെർമിനൽ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുമുണ്ട്. ഈസ്റ്റേൺ റെയിൽവേ കൊൽക്കത്ത, വെസ്റ്റേൺ റെയിൽവേ മുംബൈ, നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ഖോരഗ്പൂർ, നോർത്ത് ഫ്രോണ്ടിയർ റെയിൽവേ മാലഗൺ, സൗത്ത് സെൻട്രൽ റെയിൽവേ സെക്കന്ദരാബാദ്, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ കൊൽക്കത്ത. ഇത് പഠിച്ചു വെച്ചേക്കാം. പ്രത്യേകിച്ച് ആദ്യത്തെ 5 പ്രീവിയസ് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോർത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഡൽഹി പെട്ടെന്ന് ഓർമ്മ വരും. സതേൺ ചെന്നൈയും ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. ദെൻ സെൻട്രൽ എന്ന് പറയുമ്പോൾ മുംബൈ ആണ്. മുംബൈയിലെ ശ്രീ ഛത്രപതി ശിവജി ടെർമിനൽ. ദെൻ ഈസ്റ്റേൺ കൊൽക്കത്ത, വെസ്റ്റേൺ എഗെയിൻ മുംബൈ. ഓക്കെ, നോർത്ത് ഈസ്റ്റേൺ എന്ന് പറയുമ്പം ഖോരഗ്പൂർ, നോർത്ത് ഫ്രോണ്ടിയർ റെയിൽവേ മാലഗൺ, സൗത്ത് സെൻട്രൽ സെക്കന്ദരാബാദ്, സൗത്ത് ഈസ്റ്റേൺ കൊൽക്കത്ത. അതുപോലെ തന്നെ IRCTCയുടെ ഫുൾ ഫോം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയാണ് വരുന്നത്. ഫോം ചെയ്ത ഇയർ 1999. ഓക്കെ, അതുപോലെ തന്നെ KRCL ഒന്ന് ഓർത്തിരിക്കുക. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ്. അതുപോലെ ഇത് ഫോം ചെയ്തത് 1990. അതുപോലെ തന്നെ റെയിൽവേ എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത് ക്രീറ്റ്വേ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. ഇനിയുള്ള ഇമ്പോർട്ടൻറ്റ് ടേമാണ്. ഫസ്റ്റ് നമ്മൾ ടേം പറയുന്ന റോളിംഗ് സ്റ്റോക്സ് ആണ് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് പറയുന്ന റോളിംഗ് സ്റ്റോക്സ് പറയുന്നുണ്ട്. രണ്ടാമത് നമ്മൾ പറയുന്നത് ടെൻഡർ ആണ്. മൂന്നാമത് പറയുന്നത് പെർമനൻറ്റ് വേ. ഓക്കെ, ഇതിൽ ആദ്യത്തേത് റോളിംഗ് സ്റ്റോക്സ് ആണ്. റോളിംഗ് സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് ലോക്കോമോട്ടീവ്, കോച്ചസ്, വാഗൺസ് ആണ് പറയുന്നത്. റോളിംഗ് സ്റ്റോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ക്രീറ്റ് വേ അല്ലെങ്കിൽ ട്രാക്കിൽ കൂടെ പോകുന്ന പവേർഡ് അല്ലെങ്കിൽ അൺപവേർഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് എന്നുള്ള മീനിങ് ആണ് റോളിംഗ് സ്റ്റോക്സിൽ പറയുന്നത്. അതിൽ ലോക്കോമോട്ടീവ് എന്ന് പറയുമ്പോൾ അത് എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ കോച്ചസ് എന്ന് പറയുമ്പോൾ പാസഞ്ചേഴ്സ്, വാഗൺസ് എന്ന് പറയുമ്പോൾ ഗുഡ്സുമാണ്. ദെൻ അടുത്ത ടേം ടെൻഡറാണ്. ടെൻഡർ എന്ന് പറയുമ്പോൾ ഫ്യൂവൽസ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കമ്പാർട്ട്മെൻറ്റിനെയാണ് നമ്മൾ ടെൻഡർ എന്ന് പറയുന്നത്. കമ്പാർട്ട്മെൻറ്റ് ഫോർ സ്റ്റോറിങ് ഫ്യൂവൽ. ദെൻ പെർമനൻറ്റ് വേ ഓർ റെയിൽവേ ട്രാക്ക്. നമ്മൾ റെയിൽവേ ട്രാക്കിന് പറയുന്ന വേറൊരു പേരാണ് പെർമനൻറ്റ് വേ. അപ്പോൾ റെയിൽവേ ട്രാക്കിന് എന്തൊക്കെ കമ്പോണൻ്റ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ നോക്കാം, ഇതാ കാണിച്ചിട്ടുണ്ട്. 2 റെയിൽസ് ഉണ്ട്. റെയിൽസ്, അതുപോലെ ബെല്ലാസ്റ്റിനും റെയിലിനും ഇടയിൽ ഉള്ളതാണ് സ്ലീപ്പർ. അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് റെയിൽസിന് താഴെയായിട്ട് വരുന്നത് സ്ലീപ്പറാണ്. സ്ലീപ്പറിന് താഴെ ബെല്ലാസ്റ്റ്. ദെൻ ലാസ്റ്റത്തെ ആ ഗ്രൗണ്ടിലുള്ള ഫോർമേഷൻ സബ്ഗ്രേഡ് എന്നാണ് പറയുന്നത്. ഇനി ഇതിൽ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു പോവാം. ഈ റെയിൽസിന് ഇടയിലുള്ള ആ ഇന്നർ സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗേജ്. റെയിൽസിനിടയിലുള്ള ആ ഒരു ഇന്നർ സർഫസ് എന്നല്ല, ഇന്നർ ഡിസ്റ്റൻസ്, 2 റെയിൽസിനും അകത്തുള്ള ഇൻസൈഡ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗേജ് എന്നുകൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് റെയിൽവേ ട്രാക്കിൽ വരുന്ന കമ്പോണൻസ് ഇതൊക്കെയാണ്: റെയിൽസ്, സ്ലീപ്പേഴ്സ്, ബെല്ലാസ്റ്റ്, സബ്ഗ്രേഡ്. അതുപോലെ ഇതിൻ്റെ എന്താണ് റെയിൽവേ ട്രാക്ക് എന്ന് ചോദിച്ചാൽ ഇതൊരു കോമ്പിനേഷൻ ഓഫ് റെയിൽ ഫിറ്റഡ് ഓൺ സ്ലീപ്പേഴ്സ് ആൻഡ് റെസ്റ്റിംഗ് ഓൺ ബെല്ലാസ്റ്റ് ആൻഡ് സബ്ഗ്രേഡ്. ഇതാണ് കറക്റ്റ് ഒരു ഫിഗർ എന്ന് പറയുന്നത്. റെയിൽസ് ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞ റെയിൽസ് എന്ന് പറയുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്ന 2 റെയിൽസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന റെയിൽ ജോയിൻസ് അല്ലെങ്കിൽ ഫിക്സ്ചേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ് എന്ന് പറയാം. ഈ കാണുന്നതാണ് സ്ലീപ്പേഴ്സ്. അത് ടിമ്പറിൽ കാണാം, RCCയിൽ കാണാം. അതുപോലെ ഫാസ്റ്റനേഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞു. ദെൻ ബെല്ലാസ്റ്റ്, ഈ ചല്ലിയാണ് ബെല്ലാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം നിൽക്കുന്നത് സബ്ഗ്രേഡിലുമാണ്. ഓക്കെ, ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവുന്ന ഒരു ഇമേജാണ്. റെയിൽസ് മെയിനായിട്ട് ഇതാണ് റെയിൽസ് കറക്റ്റ് പറഞ്ഞത് ഈ ഒരു ഷേപ്പിലാണ് റെയിൽസ് ഇരിക്കുന്നത്. റെയിൽസ് തന്നെ നമ്മുടെ ഷേപ്പ് ബേസ് ചെയ്തിട്ട് 3 ടൈപ്പ് പറയുന്നുണ്ട്. അപ്പം റെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻസ് ആണ്. സ്മൂത്തായിട്ടുള്ള ഒരു റൈഡിങ് സർഫസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ റെയിൽസ് എന്ന് പറയുന്നത് ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് സ്ലീപ്പേഴ്സിന് കൊടുത്ത് ഇവിടുന്ന് ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് ഈ ഒരു സ്ലീപ്പേഴ്സിന് കൊടുക്കുന്നുണ്ട്. ലാറ്ററൽ ത്രസ്റ്റൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ റെയിൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റെയിൽസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മെയിനായിട്ട് റെയിൽസ് 3 ടൈപ്പാണുള്ളത്: ഡബിൾ ഹെഡഡ്, ബുൾ ഹെഡഡ്, ഫ്ലാറ്റ് ഫൂട്ടഡ്.
ഡബിൾ ഹെഡഡ് റെയിൽ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ രണ്ട് എന്ന് വെച്ചാൽ ഹെഡ് പോർഷൻ. ഇപ്പം ഇതാദ്യം നോക്കുമ്പോൾ ഇതിൻ്റെ പോർഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കണം. മുകളിലത്തെ ടോപ്പിനെ ഹെഡ് എന്നും ഈ ഒരു പോർഷന് വെർട്ടിക്കൽ പോർഷനെ വെബ്, താഴത്തതിനെ ഫൂട്ട് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഹെഡും ഫൂട്ടും ഒരുപോലെ ഇരിക്കുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ ഡബിൾ ഹെഡഡ് എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്നതാണ് ഡബിൾ ഹെഡഡ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ ഹെഡ് പോർഷൻ, മുകളിലിരിക്കുന്ന ഹെഡ് പോർഷൻ വിയറിങ് സംഭവിച്ചു കഴിഞ്ഞാൽ നേരെ തിരിച്ചെടുത്തിടും. അതാണ് ഡബിൾ ഹെഡഡ്. ഇനി ബുൾ ഹെഡഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫിഗറിൽ കാണുമ്പോൾ പറയുന്നത് ഇതാണ് ബുൾ ഹെഡഡ് എന്ന് പറയുന്നത്. ബുൾ ഹെഡഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ ഫൂട്ടായിരിക്കും വരുന്നത്. നമ്മളെ ഹെഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ചെറുതായിട്ടായിരിക്കും, ചെറിയൊരു പോർഷനാണ് വരുന്നത്. ഇതാണ് ബുൾ ഹെഡ്. നോക്കിക്കേ, ഹെഡ് വലുതും ഫൂട്ട് ചെറുതും. അപ്പോൾ ഫൂട്ട് ചെറുതാണെങ്കിൽ നമ്മളവിടെ എന്ത് കൂടെ കൊടുക്കുന്നുണ്ട്? ഒരു കീ കൂടെ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചെയർ വിത്ത് കീ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെയർ വിത്ത് കീ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ചെയർ വിത്ത് കീ. അതുപോലെ ഇതിൽ ഈ ചെയറിൽ സ്ലീപ്പേഴ്സിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി, ഈ ചെയർ സ്ലീപ്പേഴ്സുമായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൗണ്ട് സ്പൈക്സ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടുതലും റൗണ്ട് സ്പൈക്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് കൂടുതൽ യൂസ് ചെയ്യുന്ന കേർവ്സ്, പോയിൻ്റ് ആൻഡ് ക്രോസിംഗ് ഒക്കെ വരുന്ന സ്ഥലങ്ങളിലാണ്. എന്താണ് പോയിൻ്റ് ആൻഡ് ക്രോസിംഗ് എന്നും കേർവ്സും ഒക്കെ നമ്മളിനി അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. അടുത്ത ടൈപ്പാണ് ഫ്ലാറ്റ് ഫൂട്ടഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫൂട്ടിംഗ് പോർഷൻ എന്തായിരിക്കും? ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മൾ ഫ്ലാറ്റ് ഫൂട്ടഡ് ആണ്. സ്റ്റെബിലിറ്റി വളരെയധികം കൂടുതലാണ്. അതുപോലെ ഇത് കണ്ടുപിടിച്ച ആളിൻ്റെ പേര് ചാൾസ് വിഗ്നോൾസ് ആണ്. 1836 കണ്ടുപിടിച്ചത്. ചാൾസ് വിഗ്നോൾസ് 1836. അതുകൊണ്ട് തന്നെ ഈ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസിനെ നമ്മൾ പറയുന്ന പേര് വിഗ്നോൾസ് റെയിൽസ് എന്നാണ്. എന്താണ്? വിഗ്നോൾസ് റെയിൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കാം. ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫൂട്ട് പോർഷൻസ് ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഇത് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതിൻ്റെ ഫൂട്ട് പോർഷൻ കണ്ടില്ലേ, അത് നമ്മുടെ ഹെഡിനേക്കാളും വീതിയിലാണ് ഫ്ലാറ്റ് ഫൂട്ടഡ് ഇരിക്കുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഗേജസ് ആണ്. എന്താണ് ഗേജസ് എന്ന് നോക്കാം. ഗേജസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ ഇന്നർ സൈഡിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗേജസ് എന്ന് പറയുന്നത്. റെയിൽ ഗേജസ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇന്നർ സൈഡ് ഓഫ് ദി ടു പാരലൽ റെയിൽസ് ദേ മേക്ക് എ സിംഗിൾ റെയിൽവേ ലൈൻ, ദാറ്റ് ഈസ് കോൾഡ് ഗേജസ്. ഓക്കെ, അല്ലെങ്കിൽ റെയിൽ ഗേജസ്. ഇനി ഇതിൻ്റെ കുറച്ച് ടൈപ്പ് ഓഫ് ഗേജസ് ഉണ്ട്. അതിൻ്റെ വാല്യൂസ് സ്ഥിരം PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ആ വാല്യൂസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറഞ്ഞാൽ 1.483 മീറ്റർ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് ഗേജ് 1.483 ആണ്. അതുപോലെ ബ്രോഡ് ഗേജ് 1.673, മീറ്റർ ഗേജ് 1 മീറ്റർ, നാരോ ഗേജ് 0.762, ഫീഡർ ഗേജ് 0.610. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഗേജ് ബ്രോഡ് ഗേജ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഓർഡർ അനുസരിച്ച് എഴുതിയാലും നമുക്ക് ചിലപ്പോൾ അത് മനസ്സിൽ നിൽക്കും, ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും പറ്റും. ഓർഡർ എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ ഏതാണ്? കൂടുതൽ നിന്ന് നമുക്ക് കുറവിലോട്ട് പോവാം. ബ്രോഡ് ഗേജ് 1.676 മീറ്റർ ആണ്. ബ്രോഡ് ഗേജിന് ശേഷം അടുത്ത് പറയുന്നത് സ്റ്റാൻഡേർഡ് ഗേജ് ആണ്. 1.483 മീറ്റർ ആണ് വരുന്നത്. ദെൻ ബ്രോഡ് ഗേജ് ആയി, അതുപോലെ സ്റ്റാൻഡേർഡ് ഗേജ് ആയി. അടുത്ത് വരുന്നത് മീറ്റർ ഗേജ് ആണ്. അത് 1 മീറ്റർ ആണ് വരുന്നത്. ദെൻ നാരോ ഗേജ് 0.762 മീറ്ററും. ലാസ്റ്റത്തത് ഫീഡർ ഗേജ് ആണ്. ഫീഡർ ഗേജ് 0.610 മീറ്റർ. ഇത് ഗേജസിൻ്റെ വാല്യൂസ് അറിഞ്ഞിരിക്കണം. മിക്കവാറും ഉള്ള റെയിൽവേ എഞ്ചിനീയറിംഗിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഗേജസിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഇനി ഒരു റെയിലിൻ്റെ ലെങ്ത് എങ്ങനെയാണെന്ന് നോക്കാം. ലെങ്ത് ഓഫ് റെയിൽ നമ്മൾ എപ്പോഴും പറയുന്ന എന്താണ്? ലെങ്ത് ഓഫ് റെയിലിൻ്റെ ലെങ്ത് എപ്പോഴും പറയുന്നത് വീൽ ബേസ് ചെയ്തിട്ടാണ്. ഇതാണ് വീൽ ബേസ് എന്ന് പറയുന്നത്. ഈ വീൽ ബേസ് എന്ന് പറയുന്നത് ഒരു 3.66 മീറ്ററിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. വീൽ ബേസ് 3.66 മീറ്റർ. ഡിസൈറബിൾ ആയിട്ടുള്ളൊരു ലെങ്ത് ഓഫ് റെയിൽ എന്ന് പറയുമ്പം അത് 5.55 മീറ്റർ ആയിരിക്കും. അത് ബ്രോഡ് ഗേജ് ഉള്ളിടത്താണെങ്കിൽ ബ്രോഡ് ഗേജിന് ലെങ്ത് ഓഫ് റെയിൽ 12.8 മീറ്ററും, അതേസമയം ബീറ്റർ ഗേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ 11.89 മീറ്റർ. ഇത് റൗണ്ടഡ് അല്ല, ഇത് റൗണ്ടഡ് ആയിട്ടും PSCക്ക് ചോദിച്ചിട്ടുണ്ട് ഈ വാല്യൂസ്. ഓക്കെ, അപ്പോൾ സൈസ് ഓഫ് റെയിൽ, ഇനി ലെങ്ത് ഓഫ് റെയിലാണ് ഞാനിപ്പോൾ വീൽ ബേസിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. സൈസ് ഓഫ് റെയിൽ എന്ന് പറയുമ്പം എപ്പോഴും നമ്മൾ വെയ്റ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സൈസ് ഓഫ് റെയിൽ
റെയിലിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വെയ്റ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതും വെയ്റ്റിൽ എങ്ങനെ കിലോഗ്രാം പെർ മീറ്റർ എന്നുള്ള കണക്കിലാണ്, പെർ മീറ്ററിൽ ഇത്ര വെയിറ്റ് എന്നുള്ള രീതിയിലാണ് സൈസ് ഓഫ് റെയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ലോഡ് കൂടി എടുത്തിട്ട് നമ്മളത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ട്, ആ കോൺസ്റ്റൻറ്റ് വാല്യൂ ഇൻറ്റു സൈസ് ഓഫ് റെയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ അവിടുത്തെ ലോഡ് എടുക്കുന്ന ലോഡ് എത്ര ലോഡ് അത് എടുക്കും എന്നൊക്കെ നമുക്കറിയാൻ പറ്റുന്നത്. ആ സ്റ്റാൻഡേർഡ് വാല്യൂ 512.06 ആണ് വരുന്നത്. അതേ ഇൻറ്റു നമ്മുടെ സൈസ് ഓഫ് റെയിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു റെയിൽ എത്ര ലോഡ് ക്യാരി ചെയ്യുമെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ലെങ്ത് ഓഫ് റെയിലും സൈസ് ഓഫ് റെയിലും എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ റെയിൽ ക്ലോസർ എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ 2 റെയിൽസ് വരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ചെറിയ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ കണക്കിന് ചെറിയ രീതിയിലുള്ള ഒരു റെയിൽസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിനെ നമുക്ക് റെയിൽ ക്ലോഷർ എന്നൊക്കെ പറയാം. അത് 3.66 മീറ്ററിനെക്കാളും എപ്പോഴും കുറവായിരിക്കണം. എന്ന് വെച്ചാൽ വീൽ ബേസിൻ്റെ ഡിസ്റ്റൻസ് വെച്ചിട്ട് അതിനേക്കാളും കുറവായിരിക്കണം, കൂടാൻ പാടില്ല എന്നുകൂടെ ഉണ്ട്. ഇനി നമുക്കിതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു റെയിലിനെയൊക്കെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നതെന്നുള്ളത് പറയുന്നുണ്ട്. റെയിലിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇതിൽ 80 kg എന്ന് പറഞ്ഞിരിക്കുന്നത് ആ റെയിലിൻ്റെ എന്താണ് സൈസ് ഓഫ് റെയിലാണ്. എന്ന് പറയുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു മീഡിയം റേഞ്ചിലുള്ള മാഗ്നീസ് സ്റ്റീലാണ് ഇവിടെ യൂസ് ചെയ്യുന്നിരിക്കുന്നത്. മാഗ്നീസ് സ്റ്റീൽ. അതുപോലെ അടുത്ത് പറയുന്നത് HSL എന്ന് പറയുന്നത് അത് ഏത് കമ്പനിയുടെ ആണ് എന്നുള്ളതാണ്. പിന്നെ ഇത് മന്താണ്, ലാസ്റ്റ് 1 ഇയർ. ഈ ഒരു രീതിയിലായിരിക്കും എപ്പോഴും ഇത് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ ഡിഫക്ട്സ് ആണ് റെയിലിന് ഉള്ളതെന്നാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് കൊറിഗേറ്റഡ് റെയിൽസ് ആണ്. ഈ പാളം കണ്ടോ, ഈ ട്രാക്കിൽ ആ ഒരു കൊറിഗേഷൻസ് കണ്ടായിരുന്നോ? സോ ഇതാണ് കൊറിഗേറ്റഡ് റെയിൽസ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ വേറെയും ഒരു പേര് പറയുന്നുണ്ട്, റോറിംഗ് റെയിൽ. എന്ന് വെച്ചാൽ ആ റോറിംഗ് സൗണ്ട് ഉണ്ടാവുന്നുണ്ട് ട്രെയിൻ എടുക്കുമ്പോൾ. അപ്പോൾ കൊറിഗേറ്റഡ് റെയിൽസ് ഈസ് ഓൾസോ കോൾഡ് റോറിംഗ് റെയിൽസ്. ഇതിലെന്ന് പറയുമ്പോൾ ഇതിൻ്റെ റെയിലിൻ്റെ ഹെഡ് പോർഷൻസ് എന്ത് ചെയ്യും, കൊറിഗേഷൻസ് ഉണ്ടാവും. ആ സ്മൂത്ത്നെസ് മാറാം, സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്മൂത്ത്നെസ് ഒക്കെ മാറിയിട്ട് കൊറിഗേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ വെഹിക്കിൾസ് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഭയങ്കര സൗണ്ടായിരിക്കും, ഒരു അൺപ്ലസൻറ്റ് ഫീലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് കൊറിഗേറ്റഡ് റെയിൽസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ നോക്കിയാലും കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും എന്താണ് കൊറിഗേറ്റഡ് അല്ലെങ്കിൽ റോറിംഗ് റെയിൽസ് എന്ന്. ഇൻ സർട്ടൈൻ പ്ലേസസ് ദ ഹെഡ് ഓഫ് റെയിൽസ് ആർ ഫൗണ്ട് ടു ബി കൊറിഗേറ്റഡ് റാദർ ദാൻ സ്മൂത്ത് ആൻഡ് സ്ട്രെയിറ്റ്. വെൻ ദ വെഹിക്കിൾസ് പാസ് സച്ച് റെയിൽസ് എ റോറിംഗ് സൗണ്ട് ഈസ് ക്രിയേറ്റഡ് വിച്ച് ഇസ് intense enough to unpleasant. The corrugations consist of minute depression on the surface of rails. They are usually created at places where either brakes are applied or train starts. Their shapes and size is not definite and occurs at irregular intervals. That is corrugated rails. അടുത്ത ഡിഫക്റ്റാണ് ഹോഗ്ഡ് റെയിൽ എന്ന് പറഞ്ഞാൽ. ഹോഗ്ഡ് റെയിൽ എന്ന് പറഞ്ഞാൽ ഈ വീലിനുണ്ടാവുന്ന ബാറ്ററിങ് ആക്ഷൻസ് കാരണം റെയിലിൻ്റെ എൻഡ് പോർഷൻസ് ബെൻഡ് ചെയ്ത് താഴോട്ടേക്ക് പോകുന്നുണ്ട്. ഈ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ ഹോഗ്ഡ് റെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുണ്ടാവാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ ബെല്ലാസ്റ്റൊക്കെ കറക്റ്റ് പാക്ക് ചെയ്തിട്ടില്ല, ലൂസ്ലി പാക്ഡ് ആണ്. ഫിഷ് പ്ലേറ്റ്സ് ഒന്നും കറക്റ്റായിട്ടല്ല, ലൂസായിട്ടൊക്കെയാണ് ഇരിക്കുന്നതെങ്കിലൊക്കെ ഹോഗ്ഡ് റെയിൽസ് ഉണ്ടാവാം. But due to battering action of wheels over the end of the rail get bent down and get deflected at the end. These rails are called hogged rail. This hogging of rails at the end is due to loose packing under the joint and or loose fish plates. Okay, these are the hogged rails. Then ബക്ലിംഗ് ഓഫ് റെയിൽ, അടുത്ത ഡിഫക്റ്റാണ് നമ്മൾ പറയുന്നത് ബക്ലിംഗ് ഓഫ് റെയിൽസ്. ബക്ലിംഗ് ഓഫ് റെയിൽസ് എന്ന് വെച്ചാൽ ഈ ഒരു കാണുന്ന ഫോർമേഷനാണ് ബക്ലിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊന്നും ആവുന്ന രീതിയിൽ നമ്മുടെ ട്രാക്ക് പോകത്തില്ല, അതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ബക്ലിംഗ് എന്ന് പറയുമ്പം ആ ട്രാക്കിലുണ്ടാകുന്ന ഒറിജിനൽ പൊസിഷൻ അല്ലെങ്കിൽ ഒറിജിനൽ അലൈൻമെൻറ്റിൽ നിന്നുള്ള ആ ഒരു ഔട്ട് ഓഫ് ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാറ്റത്തിനെ, ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബക്ലിംഗ് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ റെയിൽസിൻ്റെ എക്സ്പാൻഷൻ കാരണം ഈ ഹോട്ട് വെതർ കണ്ടീഷനിൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പാൻഷൻസ് കാരണമൊക്കെയാണ് ഈ ബക്ലിംഗ് ഫോം ചെയ്യുന്നത്. ബക്ലിംഗ് മീൻസ് ട്രാക്ക് ഹാസ് ഗോൺ ഔട്ട് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ ഓർ അലൈൻമെൻറ്റ് ഡ്യൂ ടു പ്രിവെൻഷൻ ഓഫ് എക്സ്പാൻഷൻ ഓഫ് റെയിൽസ് ഇൻ ഹോട്ട് വെതർ ഓൺ അക്കൗണ്ട് ഓഫ് ടെമ്പറേച്ചർ വേരിയേഷൻ. ദിസ് ബക്ലിംഗ് മേ ടേക്സ് പ്ലേസ് ഓൺ ടാൻജൻറ്റ് ലെങ്ത് at curves. Buckling in tracks has caused many times in serious derailment. Okay. ഇത്രയ്ക്കുള്ള ഡിഫക്ട്സ് ഒന്നും വരില്ല, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിഗറാണ്.
അടുത്ത ഡിഫക്റ്റാണ് കിങ്സ് ഇൻ റെയിൽ എന്ന് പറയുന്നത്. കിങ്സ് ഇൻ റെയിൽ വേറൊന്നുമല്ല, ഇതും റെയിൽസിൻ്റെ എൻഡ് പോർഷനിൽ വരുന്നതാണ്. ഈ എൻഡ് പോർഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഔട്ട് ഓഫ് പൊസിഷൻ, കറക്റ്റ് പൊസിഷൻ അല്ല, ഒരല്പം മാറിയിരിക്കുകയാണ്. ഇത് സ്ട്രെയിറ്റ് വരാണ്ട് ഒരല്പം മാറിയിരിക്കുകയാണ്. സോ അതിനെയാണ് നമ്മൾ കിങ്സ് ഇൻ റെയിൽ എന്ന് പറയുന്നത്. ഇത് ജോയിൻറ്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട്, ലൂസായിട്ട് പാക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് മെയിനായിട്ട് കിങ്സ് ഇൻ റെയിൽ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അലൈൻമെൻറ്റിൻ്റെ ഡിഫക്റ്റ്, ഗേജിന് ഡിഫക്റ്റ് വന്നാലും ഒക്കെ ഈ കിങ്സ് ഇൻ റെയിൽസ് ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്ത് വിയർ ഓൺ റെയിലാണ്. അത് വേറൊന്നുമല്ല, നമ്മൾ നോർമലി നടക്കുന്ന അല്ലെങ്കിൽ നോർമലി ഉള്ളതാണ് നമ്മുടെ വീൽസിന് ഉണ്ടാവുന്ന വിയറിംഗ് എന്ന് പറയുന്നത്. അതൊരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഡിഫക്റ്റ് കൂടെയാണ്. വിയർ ഈസ് വൺ ഓഫ് ദ പ്രൊമിനൻ്റ് ഡിഫക്റ്റ് ഓഫ് റെയിൽസ് വെൻ ദ ആക്സിയൽ ലോഡ്സ് ഓഫ് അബ്നോർമലി ഹെവി ആൻഡ് ദ ട്രെയിൻസ് മൂവ്സ് വിത്ത് വെരി ഫാസ്റ്റ് സ്പീഡ് ആൻഡ് ദെൻ കോൺസെൻട്രേറ്റഡ് സ്ട്രെസ് exceed the elastic limit resulting in metal flow on the gap or joint. The ends are battered and at the curves the occurrence of skidding, slipping and striking of wheel flanges with the rails results in wear and tear of rails. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് വിയറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു ഒരു ഡിഫക്റ്റ് കൂടെ നോക്കാനുണ്ട്. അത് വേറൊന്നുമല്ല, ക്രീപ്പാണ്. ക്രീപ്പ് എന്ന് പറയുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻ്റ് ആണ്. റെയിൽസ് ട്രാക്കിൽ നിന്ന് ലോഞ്ചിറ്റ്യൂഡിനലി മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രീപ്പ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ക്രീപ്പ് കണ്ടുപിടിക്കാനായിട്ടൊക്കെ നമ്മൾ ക്രീപ്പ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദ ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് ഓഫ് റെയിൽസ് ഇൻ എ ട്രാക്ക് ഈസ് നോൺ ആസ് ക്രീപ്പ് ഓഫ് റെയിൽ. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത് ക്രീപ്പ് ഇൻഡിക്കേറ്റർ ആണ്. ഇതിനൊരു പെർമിസിബിൾ ലിമിറ്റ് പറയുന്നുണ്ട്. അതിനേക്കാളും കൂടാൻ പാടില്ല ക്രീപ്പ്. 150 mm ആണ് ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. 150 mm ആണ്. അതുപോലെ ഈ ക്രീപ്പ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മളൊരു ആൻറ്റി ക്രീപ്പർ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. ക്രഷ്ഡ് ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീലിൻ്റെ പുറം പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലാറ്റ് സ്പോട്ടഡ് എന്ന് വെച്ചാൽ ഫ്ലാറ്റ് ആ ഒരു പോർഷനിലുണ്ടാവുന്ന സ്പോട്ടാണ് ക്രഷ്ഡ് സ്പോട്ട് എന്ന് കാണിച്ചിരിക്കുന്നത്. ഈ കാണുമ്പോൾ ഈ ഒരു ഫിഗറിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് നമ്മൾ ക്രഷ്ഡ് ഹെഡ് എന്ന് പറയുന്നത്. ക്രഷ്ഡ് ഹെഡ്, ഫ്ലാറ്റ് സ്പോട്ട്സ് ഓൺ വീൽ. അതുപോലെ തന്നെ അടുത്ത് പറയുന്ന ട്രാൻസ്വേഴ്സ് ഫിഷറാണ്. ട്രാൻസ്വേഴ്സ് ഫിഷർ എന്ന് പറയുമ്പോൾ ഈ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ഓവർ സ്ട്രെയിൻ കാരണം ഉണ്ടാകുന്നതാണ് ട്രാൻസ്വേഴ്സ് ഫിഷർ എന്ന് പറയുന്നത്. ദെൻ സ്പ്ലിറ്റ് ഹെഡ്, ഇതെന്ന് പറയുമ്പോൾ ശ്രിങ്കേജ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് സ്പ്ലിറ്റ് ഹെഡ്. അടുത്ത ഫങ്ഷണൽ ഡിഫക്റ്റിൽ പറയുന്ന ഹൊറിസോണ്ടൽ ഫിഷറാണ്. എന്ന് പറഞ്ഞാൽ ബെല്ലാസ്റ്റ് ഒക്കെ ഇൻസഫിഷ്യൻ്റ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്നതാണ് ഹൊറിസോണ്ടൽ ഫിഷർ എന്ന് പറയുന്നത്. ദെൻ റെയിൽ ജോയിൻസ് ആണ്. റെയിൽ ജോയിൻസ് എന്ന് പറയുമ്പോൾ ആ ജോയിൻസിൻ്റെ പൊസിഷൻ ബേസ് ചെയ്താണ് ആദ്യം പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്വയർ ആൻഡ് ഇവൻ ജോയിൻസ് എന്ന് വെച്ചാൽ ആ ഒരു പൊസിഷൻ ബേസ് ചെയ്തിട്ട് ജോയിൻസ് കറക്റ്റ് ഫേസ് ടു ഫേസ് ആണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്വയർ അല്ലെങ്കിൽ ഇവൻ ജോയിൻസ് എന്ന് പറയുന്നത്. പൊതുവേ സ്ട്രെയിറ്റ് ട്രാക്കിലൊക്കെയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇൻ സ്ട്രെയിറ്റ് ഫേസ് ടു ഫാക്ട് ജോയിനിങ് ഈസ് പ്രൊവൈഡഡ്. അടുത്ത് പറയുന്ന സ്റ്റാഗേർഡ് അല്ലെങ്കിൽ ബ്രോക്കൺ ജോയിൻ്റ് ആണ്. കേവ് വരുന്ന സ്ഥലങ്ങളിലായിരിക്കും കാണുന്നത്. കാരണം ഫേസ് ടു ഫേസ് ആയിരിക്കില്ല, ഈ ഫിഗറിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല. വേറെ ഒന്നുമല്ല, ഒന്നിവിടെ ആണെങ്കിൽ ഒന്നിവിടെ ആയിരിക്കും. ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. കറക്റ്റ് ഫേസ് ടു ഫേസ് വരാറില്ല. കേവ്സിലായിരിക്കും നമ്മളിത് യൂസ് ചെയ്യുന്നത്. അടുത്ത് പറയുന്നത് പൊസിഷൻ, സ്ലീപ്പേഴ്സിൻ്റെ പൊസിഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ സസ്പെൻഡഡ് റെയിൽ ജോയിൻസ് ആണ്. ഇതാണ് ഫിഗർ വരുന്നത്. എന്നുവെച്ചാൽ റെയിൽസ് എന്ന് പറയുമ്പം ഇതിൽ റെയിൽസിൻ്റെ എൻഡ് എന്ന് പറയുന്നത് സ്ലീപ്പേഴ്സിനും ബിയോണ്ടായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാറുണ്ട്. അങ്ങനെയുള്ള സ്ലീപ്പേഴ്സിനെയാണ് നമ്മൾ ഷോൾഡർ സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലീപ്പേഴ്സിൽ നമ്മൾ നോർമലി ജോയിൻസിൽ നിന്നായിരിക്കും എവേ എന്നുള്ള രീതിക്കായിരിക്കും നമ്മൾ സ്ലീപ്പേഴ്സ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സസ്പെൻഡഡ് റെയിൽ ജോയിൻസ്. ഇത് നോക്കിക്കേ, ഇത് ബിയോണ്ടായിട്ടുള്ള രീതിയിലായിരിക്കും ഇവിടെ സ്ലീപ്പേഴ്സ് നിൽക്കുന്നത് റെയിലിനേക്കാളും. അടുത്ത് പറയുന്നത് സപ്പോർട്ടഡ് റെയിൽ ജോയിൻസ്. സപ്പോർട്ടഡ് റെയിൽ ജോയിൻസ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെയുണ്ട്, ഒരു സപ്പോർട്ടഡ് അവിടെ വരുന്നുണ്ട്. സ്ലീപ്പേഴ്സ് എന്ന് പറയുമ്പം പ്രൊവൈഡഡ് ബിലോ ഓർ അറ്റ് ദ ജോയിൻസ് ടു സപ്പോർട്ട് ദി ജോയിൻ്റ് ആണ്. അതുപോലെ റെയിലിൻ്റെ എൻഡ്സ് റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ സ്ലീപ്പേഴ്സിലായിരിക്കും. അതിനെ നമ്മൾ ജോയിൻറ്റ് സ്ലീപ്പർ എന്നാണ് പറയുന്നത്. ദെൻ സസ്പെൻഡഡ് റെയിൽ ജോയിൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബെറ്റർ ദാൻ സപ്പോർട്ടഡ് ആണ്. സിൻസ് ഇറ്റ്സ് സപ്പോർട്ട് ജോയിൻറ്റ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ജോയിൻറ്റ് ഈസ് പ്രിവെൻറ്റഡ് ആൻഡ് ഹെൻസ് കോസിങ് ക്രഷിങ്. ദെൻ ബ്രിഡ്ജ് ജോയിൻറ്റ്. ബ്രിഡ്ജ് ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഈ റെയിലെന്ന് പറയുന്നത് ഇതിൻ്റെ എൻഡ്സ് എങ്ങനെയായിരിക്കും, പ്രൊജക്റ്റ് ബിയോണ്ട് ദി സ്ലീപ്പേഴ്സ് ആണ്. ഇതും സെയിം തന്നെയാണ് പറയുന്നത്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇൻ കേസ് ഓഫ് സസ്പെൻഡഡ് ജോയിൻസ് ആൻഡ് ദേ ആർ കണക്റ്റഡ് ബൈ എ ഫ്ലാറ്റ് ഓർ കൊറിഗേറ്റഡ് പ്ലേറ്റ്സ് കോൾഡ് ബ്രിഡ്ജ് പ്ലേറ്റ്. ഇതിലൊരു എക്സ്ട്രാ ഒരു പ്ലേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ ബ്രിഡ്ജ് ജോയിൻ്റ് എന്ന് പറയാൻ കാരണം.
ഈ ബ്രിഡ്ജ് ജോയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ വളരെയധികം ഫ്ലെക്സിബിൾ ആവും. അതുപോലെ തന്നെ ഏറ്റവും ഈ നമ്മുടെ തിയറട്ടിക്കൽ ബേസിസിൽ പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബെസ്റ്റ് മെത്തേഡാണ് ബ്രിഡ്ജ് ജോയിൻ്റ് എന്ന് പറയുന്നത്. കാരണം എക്സ്ട്രാ ഒരു സപ്പോർട്ട് അവിടെ പോവുകയാണ്. അതുപോലെ തന്നെ ഇത് പ്ലേസ് ചെയ്യാനൊക്കെ ഇച്ചിരി ഡിഫിക്കൽട്ടിയാണ്, എക്സ്പെൻസ് കൂടുതലുമാണ്, നമ്മൾ ഇന്ത്യയിൽ അധികം യൂസ് ചെയ്യാറില്ല. ദെൻ കോംപ്രമൈസ് ജോയിൻറ്റ് എന്ന് വെച്ചാൽ 2 ഡിഫറെൻറ്റ് റെയിൽ സെക്ഷൻസ് നമുക്ക് ഈ ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നിടത്ത് ഈ ഒരു കോംപ്രമൈസ് ജോയിൻറ്റ് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അതിനുവേണ്ടി ഫിഷ് പ്ലാറ്റ്സ് ആണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അത് റെയിൽസിൻ്റെ 2 എൻഡിലും നമ്മളിത് ചെയ്യാറുണ്ട്. ദെൻ ഇൻസുലേറ്റഡ് ജോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻസുലേറ്റിംഗ് മീഡിയം ആയിട്ടാണ് അവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. വെൻ ഇൻസുലേറ്റിംഗ് മീഡിയം ഈസ് ഇൻസേർട്ടഡ് ഇൻ എ റെയിൽ ജോയിൻറ്റ്സ് ടു സ്റ്റോപ്പ് ദി ഫ്ലോ ഓഫ് കറണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്റ്റോപ്പ് ദി ഫ്ലോ ഓഫ് കറണ്ട് ബിയോണ്ട് ദ ട്രാക്ക് ഈസ് സർക്യൂട്ടഡ് പാത്ത് ഈസ് കോൾഡ് ഇൻസുലേറ്റഡ് ജോയിൻറ്റ്. അടുത്തുള്ളത് ഒരു ലീസ്റ്റായിട്ട് നമുക്ക് പ്രിഫറൻസ് വയ്ക്കാവുന്നതാണ് എക്സ്പാൻഷൻ ജോയിൻറ്റ്, വെൽഡഡ് ജോയിൻറ്റിലുള്ളതാണ് ഷോർട്ട് വെൽഡഡ് റെയിൽസ്. ഇതധികം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നില്ല. എക്സ്പാൻഷൻ ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഈ റെയിൽസിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷൻ്റെ ഒക്കെ പ്രൊവിഷൻസ് വെച്ചിട്ടാണ് എക്സ്പാൻഷൻ ജോയിൻറ്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ബ്രിഡ്ജ് ജോയിൻറ്റ് വരെ ഇമ്പോർട്ടൻ്റ് ആണ്.